ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിപ്പോൾ ആന്ധ്രാപ്രദേശിൽ തിരുപ്പതിക്കടുത്ത് റേനിഗുണ്ട എന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ്. ഇവിടെ ജെറുസലേം അപ്പോസ്റ്റോലിക് ചർച്ച് എന്ന ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ പാസ്റ്ററാണിത്. ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ചർച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ചന്ദ്രൻ എന്നായിരുന്നു. അദ്ദേഹം ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അതിനുശേഷം ഈ ഡേവിഡ് ബ്രദറാണ് ഈ ചർച്ച നിയന്ത്രിക്കുന്നത്. ഡേവിഡ് ബ്രദറിന് ഏതാണ്ട് 45 വയസ്സ് പ്രായമേ ഉള്ളൂ. 100 കണക്കിന് വിശ്വാസികൾ തൻ്റെ സഭയിലുണ്ട്. 5 ഏക്കർ ഉള്ള ഒരു ക്യാമ്പസാണിത്. ഒന്നും ഇല്ലാതിരുന്ന വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്ന ഇദ്ദേഹത്തിൻ്റെ പിതാവ് വിശ്വാസത്താൽ പണിതാണ് ഇതെല്ലാം. ഇദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം ചെയ്തിട്ടുണ്ട്. സുവിശേഷകൻ മനോജ് മാത്യു സാർ അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഞാനിന്ന് പറയാൻ പോകുന്ന 1-2 കാര്യങ്ങൾ ഞാൻ ഈ ദൈവദാസനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഗുണ്ടൂർ എന്ന സ്ഥലത്ത് ഒരു വലിയ കൺവെൻഷൻ അടുത്ത വർഷം നടത്തണം. 10,000 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ കൺവെൻഷൻ. നമ്മുടെ അനുഗ്രഹീതരായിട്ടുള്ള ദൈവദാസന്മാരെയൊക്കെ വിളിച്ച് ആ കൺവെൻഷൻ നടത്തണം. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഒരു വ്യത്യസ്ത കാര്യം പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ ദൈവദാസൻ ഈ ലോക്സഭയിലേക്ക് മത്സരിച്ചു. നമ്മുടെ പെന്തക്കോസ്ത് പാസ്റ്റർമാരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പാടില്ല, MP ആയിട്ടോ MLA ആയിട്ടോ മത്സരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇദ്ദേഹം മത്സരിക്കാൻ തയ്യാറായി. അദ്ദേഹം മത്സരിച്ചു. ഇപ്പോൾ കേരളത്തിൽ ഈ പെന്തക്കോസ്തുകാർ വിശ്വാസികൾ രാഷ്ട്രീയത്തിലേക്ക് വരണോ എന്ന് ചോദിച്ചുകൊണ്ട് വലിയ വിവാദങ്ങളും ചർച്ചകളും നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതേസമയം തന്നെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി APCC കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ എന്ന് പറയുന്നത് ഒരു പാസ്റ്ററുടെ ഭാര്യയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അത് ഗോസ്പൽ TV ചാനലാണെന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടിത് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിലൂടെ, പ്രധാനപ്പെട്ട ചാനലിലൂടെ ഇവരെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ, അതായത് നമ്മുടെ K. സുധാകരൻ സാറിനെയൊക്കെ പോലെ തന്നെ ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശർമിള, YS ശർമിള എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി രാജശേഖർ റെഡ്ഡിയുടെ മകളും മുൻ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയുടെ പെങ്ങളുമായിട്ടുള്ള പാസ്റ്റർ അനിൽകുമാറിൻ്റെ, ഇൻ്റർനാഷണൽ സുവിശേഷകനായിട്ടുള്ള പാസ്റ്റർ അനിൽകുമാറിൻ്റെ ഭാര്യയായിട്ടുള്ള ആ സഹോദരിയാണ് AP കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ. അപ്പോൾ ഇദ്ദേഹം ഇതുപോലുള്ള സാഹചര്യങ്ങൾ കുറച്ച് കാലം മുമ്പ് വിശ്വാസികൾക്ക് നേരിടുന്ന ഈ ബുദ്ധിമുട്ടുകളും അവരുടെ പ്രശ്നങ്ങളുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പാർലമെൻറ്റിലേക്ക് മത്സരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. കോൺഗ്രസിൻ്റെ పార్టీയെ సమీపించి 2 ప్రాവശ്యం టికెట్ അദ്ദേഹం చూపించు. మీరు కాంగ్రెస్ పార్టీ వాళ్ళ దగ్గరికి వెళ్ళి టికెట్ అడిగితే వాళ్ళు ఏమన్నారు? మీకు టికెట్ ఇచ్చారా? టికెట్ അദ്ദേഹത്തിന് കൊടുത്തോന്നാണ് ചോദിച്ചത്. మొదటిసారి నాకు కాంగ్రెస్లో ఉన్న పెద్ద పెద్ద లీడర్లు, ఢిల్లీలో ఉన్న అనిల్ థామస్ సార్, అలాగే మా ఆంధ్రప్రదేశ్లో ఉన్న చాలామంది పెద్ద పార్టీలో పెద్ద స్థాయిలో ఉన్న వ్యక్తులతో నాకు పరిచయం ఉంది. അതായത് അനിൽ തോമസ് എന്നൊക്കെ പറയുന്ന കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും വലിയ വലിയ ആൾക്കാരും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട്. తర్వాత ఏం జరిగింది? వాళ్ళు నాకు సపోర్ట్ చేస్తానన్నారు. അവർ సహాయం ചെയ്യാമെന്ന് പറഞ്ഞു. నేను కూడా కాంగ్రెస్ పార్టీ కొరకు చాలా ఏళ్ళు పని చేశాం కనుక నేను ట్రై చేశాను. 2 టర్మ్ ట్రై చేశాను. పోయిన 2024 ఎలక్షన్లో షర్మిలమ్మని కలిసి నా యొక్క ప్రొఫైల్ ఇచ్చి నేను మరలా ట్రై చేసినప్పుడు అమ్మగారు కూడా నాకు మాట ఇచ్చారు, ట్రై చేస్తాం, చూస్తాం, ఇస్తామని. కానీ నాకు దాంట్లో టికెట్ రాకుండా పోయింది. അങ്ങനെ ഇരിക്കുന്നൊരു സന്ദർഭത്തിൽ ഈ YS ശർമിളയുടെ അരികിൽ പോയി അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം അദ്ദേഹം ട്രൈ ചെയ്തു ടിക്കറ്റിന് വേണ്ടി. കഴിഞ്ഞ പ്രാവശ്യം YS ശർമിള അടുത്ത് പോയിട്ട് അവർ APCC യുടെ അധ്യക്ഷയാണല്ലോ, പോയിട്ട് ചോദിച്ചു, എനിക്ക് പ്രാവശ്യം ടിക്കറ്റ് തരുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഓക്കെ, ടിക്കറ്റ് തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം, നോക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ ടിക്കറ്റ് കൊടുത്തില്ല. രാഷ്ട്രീയമാണല്ലോ, പൂർണ്ണമായിട്ടൊരു പാസ്റ്റർക്ക് ടിക്കറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ബിലീവേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറി
സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം നിയമിക്കപ്പെടുകയും ആ ഒരു ഇന്ത്യൻ ബിലീവേഴ്സ് പാർട്ടിയുടെ പാർട്ടി മുഖാന്തരമായിട്ട് ഈ തിരുപ്പതി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം MP ആയ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ 5000-ഓളം വോട്ടുകൾ അദ്ദേഹത്തിന് അന്ന് കിട്ടുകയും ചെയ്തെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ఆ యొక్క ఎలక్షన్ తర్వాత మీరు ఇప్పుడు ప్రస్తుతం రాజకీయాల్లో ఏమైనా ఇన్వాల్వ్ అవుతున్నారు? ఇప్పుడు కూడా నేను రాజకీయాల్లోనే ఉన్నాను. ఎందుకంటే క్రైస్తవుల పైన జరుగుతున్న దాడులు, క్రైస్తవ పక్షాన మాట్లాడడానికి ఏ ఒక్కరు కూడా ముందుకు రావడం లేదు. క్రైస్తవుల పట్ల జరుగుతున్న సమస్యలని అడగడానికి ఎవరు కూడా ముందుకు రావడం లేదు. అందుకని నాకు ప్రేరేపణ కలిగి నేను ఖచ్చితంగా మన వాళ్ళందరికీ ఒక మోటివేట్గా, అందరికీ సపోర్ట్గా నిలబడాలని ఈ తిరుపతి కాన్స్టిట్యుయెన్సీలో ఇండియన్ బిలీవర్స్ పార్టీ ద్వారా ఏపీ స్టేట్ ప్రెసిడెంట్గా ఎన్నుకొనబడి MP టికెట్ పొంది నేను అనేకులకి MP టికెట్ అలాగే MLA టికెట్ ఇస్తూ దేవుని మహాకృపను బట్టి 2024లో మంచి గట్టి పోటీ నేను ఇవ్వగలిగాను. അതിൻ്റെ വലിയൊരു കാര്യമാണ്. കാരണം ഇവിടെ ഒരു പാസ്റ്ററായിട്ട് നിന്നുകൊണ്ട് ഈ തിരുപ്പതി മണ്ഡലത്തിൽ മത്സരിച്ച് 5000-ലധികം വോട്ടുകൾ നേടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം അതിന് അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ വിശ്വാസികളുടെ പ്രശ്നങ്ങൾ അത് ഈ അധികാര കേന്ദ്രങ്ങളിലോ നിയമനിർമ്മാണ സഭകളിലോ വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ധാരാളം പ്രശ്നങ്ങൾ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. സമൂഹത്തിൽ തഴയപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അവരെ ആരും പരിഗണിക്കുന്നില്ല, അവരുടെ പ്രശ്നങ്ങളെ ആരും കാണുന്നില്ല, അതുപോലെ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആരും മുമ്പോട്ട് വരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ തീരുമാനം എടുക്കുകയും ഇപ്പോഴും ഇന്ത്യൻ ബിലീവേഴ്സ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം నిన్నుകൊണ്ട് വളരെ ఆత్మార్థమాയിട്ട് ప్రవర్తిക്കുന്നതാണ് അദ്ദേഹం പറയുന്നത്. അപ്പോൾ సో నేను ఒక క్వశ్చన్ కూడా మిమ్మల్ని అడుగుతున్నానండి. నిజంగా ఒక పాస్టర్ విశ్వాసులు ఈ రాజకీయంలోకి రావచ్చా? బైబిల్ మనకు నేర్పించేటువంటి ఒక అడ్వైస్ అంటే బైబిల్కి అది వ్యతిరేకమా అని అడుగుతున్నాను. నేను ചോദിച്ച ചോദ്യം, യഥാർത്ഥമായിട്ടൊരു വിശ്വാസി അല്ലെങ്കിൽ പാസ്റ്റർ ഇത്തരത്തിലൊരു പൊളിറ്റിക്സ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നതിൽ തെറ്റുണ്ടോ, బైబిల్ അതിനെ അനുശാസിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ అభిప్రాయం നമുക്കൊന്ന് కేൾക്കാം. ఖచ్చితంగా రావాలి. ఓకే. ఎందుకనగా దావీదు రాజు అయ్యాడు, పరిపాలించాడు. ఓకే. దావీదుని రాజుగా అభిషేకించింది ఎవరు? దేవుడు. ఖచ్చితంగా క్రైస్తవులు రాజకీయంలోకి రావాలి. రాజకీయ పోస్టులు అధికారికంగా సంపాదించుకోవాలి, పోటీ చేయాలి, నిజాయితీ కలిగిన పరిపాలన చేయాలి. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് വ്യത്യസ്തമാണ്. കാരണം ദാവീദിനെ രാജാവായിട്ട് ദൈവം അഭിഷേകം ചെയ്തു. ദൈവമാണ് അഭിഷേകം ചെയ്തത്. ദാവീദ് തന്നെ അങ്ങോട്ട് പോയി വാങ്ങിച്ചതല്ല. ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തപ്പോൾ ദാവീദ് ആ രാജ്യത്തെ പരിപാലനം ചെയ്തു, രാജ്യപരിപാലനം ചെയ്തു. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ദാസനായിട്ടിരുന്നുകൊണ്ട് എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളെ പരിപാലിക്കുവാൻ വേണ്ടി ഒരു വിശ്വാസി തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ, ജനാധിപത്യ രാജ്യത്ത് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു പാസ്റ്റർ മത്സരിക്കുന്നതിൽ അതൊരിക്കലും ഒരു തെറ്റല്ല. പക്ഷേ അധികാര രാഷ്ട്രീയത്തിലെ കുതന്ത്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അധികാര രാഷ്ട്രീയത്തിൻ്റെ എല്ലാവിധമായിരിക്കുന്ന അസന്മാർഗിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. യഥാർത്ഥമായ ഒരു ദൈവപൈതലിന് ഈ രാജ്യത്തെ ഭരിക്കുവാൻ കഴിയും. ദൈവ പൈതലാണ് ഈ രാജ്യത്തെ ഭരിക്കേണ്ടതെന്നാണ് ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. అదేలాగా ఇంకా ఒక గొప్ప విషయం చెప్పాలంటే, రాజ్యాన్ని సృష్టించింది, ఆ సిస్టమాటిక్ని తీసుకొచ్చింది ప్రభువే కదా. അതുപോലെ കാര്യം ശ്രദ്ധിക്കണം. ഓരോ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഈ ദൈവത്തിൻ്റെ മക്കളായിട്ടുള്ള ജനങ്ങളുടെ ഒക്കെ നിലനിൽപ്പെന്ന് പറയുന്ന ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിട്ടുള്ളവരുടെ നിലനിൽപ്പ് ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഈ രാജ്യത്തൊരു ഭരണഘടന ഉണ്ടാകുക, ഇവിടെ അധികാരികൾ ഉണ്ടാകുക, ഈ ജനസമൂഹം ഒരു ഓർഡറിൽ നിലനിൽക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ടൊരു കാര്യമാണ്. ദൈവമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു ഭരണ സംവിധാനം ആവശ്യമാണ്. അങ്ങനൊരു ജനാധിപത്യ രീതിയിലുള്ള ഭരണം ഉണ്ടെങ്കിൽ, വരണമെങ്കിൽ അത് ദൈവം ఆగ్రహించిన వ్యవస్థయాണെന്നുള്ളതാണ് ప్రియపట్ట దేవదాసന്റെ అభిప్రాయం. అలాగే ఈరోజు మనలాంటి వారు ఒక అధికార పార్టీలో టికెట్ తీసుకొని రావాలంటే వద్దనుకున్న సుమారు 200 కోట్లు ఖర్చు పెట్టుకొని రావాలి. വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു അധികാരം കിട്ടുന്ന ഒരു പാർട്ടിയിൽ നമ്മുടെ ഒരു ദേവദാസന്മാരോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ
ഒരു അധികാരത്തിലേക്ക് വരണമെങ്കിൽ പാർട്ടിയിൽ വന്നൊരു ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഈ ആന്ധ്രാപ്രദേശിൻ്റെ സാഹചര്യത്തിൽ ഒരു 200 കോടി രൂപയെങ്കിലും ചിലവാക്കിയെങ്കിലേ പറ്റുള്ളൂ. ఖచ్చితంగా ഒരു 200 കോടിയെങ്കിലും രൂപ എങ്കിലും ചിലവാക്കണം. కానీ പക്ഷേ మన దగ్గర డబ్బు లేకపోయినా ഒരു പൈസയും ഇല്ലാതെ దేవుని మహాకృపను బట్టి ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് క్రైస్తవుల తరపున ക്രിസ്ത്യാനികൾക്ക് വേണ്ടി మొట్టమొదటిసారిగా ആദ്യമായിട്ട് ఇండియన్ బిలీవర్స్ పార్టీ ద్వారా ഇന്ത്യൻ ബിലീവേഴ്സ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ఒక సేవకుడుగా അദ്ദേഹം ഒരു പാസ്റ്റർ ആയിരുന്നെങ്കിൽ അദ്ദേഹം മത്സരിച്ചു. అనేక ప్రాంతాల్లో తిరిగి ప్రభు నామం పేరట నేను నిలబడడం జరిగింది. അനേക ഗ്രാമങ്ങളിൽ പോയി ഇലക്ഷൻ പ്രചരണങ്ങൾ നടത്തുകയും കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം ഇലക്ഷൻ മത്സരിക്കുകയും ചെയ്തു. ఒక పెద్ద పార్టీలు ఎలా కన్వర్సింగ్ చేస్తారో దానికంటే గొప్పగా చేసే కృపను దేవుడు నాకు ఇచ్చాడు. ഒരു കേഡർ പാർട്ടി ഇലക്ഷൻ പ്രചരണം എങ്ങനെ നടത്തുന്നു അതിനേക്കാൾ മനോഹരമായിട്ട് അച്ചടക്കത്തോടുകൂടി ആ ഇലക്ഷനിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. నన్ను నమ్మి నాకు చాలామంది ఓటేశారు. അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ദർശനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം പേർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. ఒక క్రైస్తవుల తరపున నిలబడడం గర్వంగా ఉంది నాకు. ഒരു ക്രിസ്ത്യാനിയായിട്ട് ഈ രാഷ്ട്രീയത്തിൽ മത്സരിച്ചത് ഒരു വലിയ പ്രൗഡായിട്ട് ഞാൻ കാണുന്നു. దేవునికి స్తోత్రం. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.